ഞങ്ങളുടെ കർത്താവേ, ഈ പുതിയ ദിനത്തെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ ദിവസം അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ നൽകണമേ. എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അങ്ങ് കാത്ത് സംരക്ഷിക്കണമേ. കർത്താവെ, കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും പൊതുപ്രവർത്തന രംഗങ്ങളിലായിരിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഓരോ ഭവനത്തെയും ഇടവകയുടെ അതിർത്തികളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഈ ദിവസം ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം. തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം. തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച നമുക്കിന്ന് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മധ്യസ്ഥം യാചിച്ച് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും, പ്രത്യേകമായി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തികളെ, രാജ്യങ്ങളെ, നമ്മുടെ നാടിനെ എല്ലാം സമർപ്പിച്ച് ഈ രോഗപീഠയിൽ നിന്നും നമ്മുടെ ലോകത്തെ മുഴുവനും കാത്ത് സംരക്ഷിക്കാൻ വേണ്ടി വിശുദ്ധയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഇന്നത്തെ നൊവേന കുർബാന ഏറ്റുകഴിക്കുന്നത് സിജി ഷാജു വെളിയത്തുപറമ്പിലാണ്. അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന കണ്ണമ്പിള്ളി ജോർജ് റീനയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ, നമ്മുടെ കോൺവെൻറ്റിൽ നിന്ന് ഇന്ന് നമ്മുടെ 3 സിസ്റ്റേഴ്സ് സ്ഥലം മാറിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റർ മേരിലിൻ, സിസ്റ്റർ ഫെൽസി, സിസ്റ്റർ ലിറ്റിൽ തെരേസ എന്നിവരാണ്. 3 പേരെയും ഈ ബലിയിൽ സമർപ്പിച്ച് അവരിലൂടെ നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. പുതുതായി ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന സിസ്റ്റേഴ്സിനെ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിൻ്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ പ്രത്യേകമായ മധ്യസ്ഥം തേടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാവുകയും ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടരുളുകയും ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമനാഥാ നിൻ
മഹിമയ്ക്കളവില്ലറിവു ഞാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജീവദായകമായ വചനങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസിൽ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെപ്പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ അങ്ങയെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്ക് സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 15-ാം അധ്യായത്തിൽ 1 മുതൽ 9 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. ആചാരങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും കർത്താവിന് പ്രിയങ്കരം ഹൃദയത്തിലെ ദൈവഭക്തിയാണ് എന്ന് വചനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറയ്ക്കാൻ
യഥാർത്ഥ ദൈവാരാധന നമ്മുടെ ഹൃദയങ്ങളിലാണെന്ന് തിരിച്ചറിയാൻ വലിയ കൃപാവരം ഇന്ന് പ്രാർത്ഥിക്കാം. അനന്തരം ജെറൂസലേമിൽ നിന്ന് ഫരിസയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, ഏശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായി മിശിഹായേ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടി കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് വസിക്കാൻ തക്ക യോഗ്യതയുള്ള മനോഹരമായ ദേവാലയങ്ങളാക്കി തീർക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനം ഇബലി. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി
ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിന്ന സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൽ നിത്യം വാഴ്ത്തിടാം. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങളോടും മാലാഖമാരുടെ 10,000-ങ്ങളോടും ചേർന്ന് നാഥനായ അങ്ങേക്ക്
ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോശാന 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 സമർപ്പിക്കുന്നു. ഹോശാന അങ്ങയോട് സദൃശ്യനും സ്വർഗനിവാസികളും അങ്ങയുടെ മാലാഖവൃന്ദങ്ങളും ക്രോവേന്മാരും ശ്രാപ്പേന്മാരും അനവരതം പാടിടുന്നു, അനുസ്യൂതം വാഴ്ത്തിയിടുന്നു. പരിശുദ്ധൻ പരമശക്തൻ ഉന്നതനായ മഹേശ്വരന് ഓശാന പാടാമോശാന വാഴ്ത്തി പാടാമോശാന. സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേകമായ ഓരോ പ്രാർത്ഥനാ നിയോഗത്തെയും ഈശോയുടെ തിരുവാംസ രക്തങ്ങളാകുന്ന ബലിവസ്തുക്കളോട് ചേർത്ത് കാഴ്ചവയ്ക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഠാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും ലോകം മുഴുവൻ്റെ ശക്തനായ ദൈവമേ, ഫ്രാൻസിസ് ആൻഡ്രോസ് മെത്രാപ്പൊലീത്തായും പോളി പിതാവിനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും
രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ ബലിയിൽ പങ്കുചേരുന്ന ഓരോ സഹോദരങ്ങൾക്ക് അവരുടെ നിയോഗങ്ങൾക്കും വേണ്ടിയും ഇന്നത്തെ നൊവേന കുർബാനയേറ്റ് നടത്തുന്ന സിജി ഷാജു വെളിയത്ത് പറമ്പിലിന് വേണ്ടിയും ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന കണ്ണമ്പള്ളി ജോർജ് റീനയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവക സമൂഹത്തിൽ നിന്ന് ഇന്ന് ട്രാൻസ്ഫറായി പോകുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മേർലിൻ, ഫെൽസി, ലിറ്റിൽ തെരേസ് എന്നിവർക്ക് വേണ്ടിയും പുതുതായി ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന സിസ്റ്റേഴ്സിന് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിൽ ഓരോ ഭവനത്തിലും അങ്ങയുടെ സമാധാനവും ശാന്തിയും നിറയുന്നതിന് വേണ്ടിയും ലോകം മുഴുവനിലും കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലുള്ള എല്ലാവർക്കും സൗഖ്യാനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും പൊതുപ്രവർത്തന മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയും പലവിധത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന എന്ന ആവശ്യമുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് ശിരസ് നമിച്ച് പരിശുദ്ധാത്മാവായ ദൈവം ഈ ബലിവസ്തുക്കളിലേക്ക് നമ്മിൽ ഓരോരുത്തരിലേക്കും എഴുന്നള്ളി വരാൻ വേണ്ടി ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധന 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 എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എൻ ആത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എൻ ആത്മാവിൻ സായുജ്യമേ. ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോട് സമീപിക്കാം. അണ്ണാതുളാക്കുന്ന ചരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗജാത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യ ഏറ്റവും ഭക്തിപൂർവ്വം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്ക് നിത്യജീവനം കാരണമാകട്ടെ. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ, ഈ ജന്മം തികയുമോ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട
നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔന്നതമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധമായ ദിവ്യരഹസ്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ അങ്ങയുടെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായേ, പരിശുദ്ധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമൂലയോ നിറഞ്ഞുകൂടാ. നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം വിശുദ്ധയുടെ നൊവേനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഉണ്ണീമിശിഹാതൻ ഓമൽ പ്രസൂനമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക വിണ്ണിൽ. പുണ്യവരങ്ങളാം റോസാ പുഷ്പങ്ങളെ എന്നും വർഷിക്ക നീ മന്നിൽ. ഉണ്ണീമിശിഹാതൻ ഓമൽ പ്രസൂനമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക വിണ്ണിൽ. പുണ്യവരങ്ങളാം റോസാ പുഷ്പങ്ങളെ എന്നും വർഷിക്ക നീ മന്നിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങേ പക്കൽ എത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ആദ്യ മനുഷ്യൻ്റെ പാപനിമിത്തം അധപതിച്ച മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവിടുത്തെ ഏകജാതനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച സ്നേഹനിധിയായ പിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയും ആത്മപരിത്യാഗവും വഴി സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി കാണിച്ചു തന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയായി ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയായി നൽകിയ ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധ റാണിയുടെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും തകർച്ചകളിലും ദൈവ തിരുമനസ്സ് കാണുവാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇളം പ്രായത്തിൽ തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് കർമ്മലസഭയിൽ അംഗമായി ചേരാൻ കൊച്ചുറാണിയെ തെരഞ്ഞെടുത്ത ഈശോനാഥ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സന്യാസ സഭയിൽ ഓരോരുത്തർക്കും ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കന്യാത്വത്തിൻ്റെയും ഉത്തമ മാതൃകയായി ജീവിക്കുവാൻ
ചെറുപുഷ്പത്തിന് കൃപ നൽകിയ ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആത്മീയ ശൈശവത്വത്തിൻ്റെയും ആഴമേറിയ വിനയത്തിൻ്റെയും മഹത്തായ മാതൃകയായി വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉയർത്തിയ ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഇടവക ദേവാലയത്തിൻ്റെ സ്ഥാപനം മുതൽ ഇവിടെയും അയൽപ്രദേശങ്ങളിലുമുള്ള നാനാജാതി മതസ്ഥർക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥത്താൽ ആത്മീയവും ശാരീരികവുമായ നിരവധി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിഹാര പ്രാർത്ഥന. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ഈശോയെ, ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവപ്രസാദ വരത്തിന്റെ വഴികളിലൂടെ നയിച്ച് ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിച്ചും സ്നേഹിച്ചും ദൈവസ്നേഹത്തിൽ വളരുവാനുള്ള തീക്ഷ്ണത ഞങ്ങളിൽ നിറയ്ക്കണമേ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും ഉണ്ണീശോയെ പ്രസാദിപ്പിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളിൽ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുമെന്ന ആഹ്വാനം സ്വീകരിച്ച് വിശുദ്ധയെ പോലെ ആത്മീയ ചൈതന്യവും ത്യാഗമനസ്ഥിതിയുമുള്ള ധാരാളം പ്രേക്ഷിതരെ തിരുസഭയ്ക്ക് ലഭ്യമാക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിൽരഹിതരായ യുവതി യുവാക്കൾക്ക് ഉചിതമായ തൊഴിൽ കണ്ടെത്തുവാനും യഥാസമയം ജീവിതാവസ്ഥയിൽ പ്രവേശിക്കുവാൻ അനുഗ്രഹം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈ നാട്ടിലെ വിവിധ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ബഹുമാനിച്ച് സൗഹാർദ്ദത്തിൽ ജീവിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഈശ്വര വിശ്വാസത്തിലും സൽസ്വഭാവത്തിലും വിദ്യാഭ്യാസത്തിലും ഉയർന്ന നിലവാരം പുലർത്തി കുടുംബത്തിനും സമൂഹത്തിനും നന്മയുടെ ദീപം തെളിക്കുന്നവരാകാൻ വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോൾ പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസ് ബാധയിൽ നിന്ന് ഈ ലോകത്തെ പരിപൂർണമായി രക്ഷിക്കുവാൻ വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒരു നിമിഷം നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ കാഴ്ചവെക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിലനിൽക്കുകയും ചെയ്യട്ടെ. ഈ നൊവേന തിരുനാളിൽ സംബന്ധിച്ച് എല്ലാവരെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകി സമ്പന്നരാക്കണമേ. ഈ ഇടവക അതിർത്തിയിലും അയൽപ്രദേശത്തുമുള്ള നാനാജാതി മതസ്ഥരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും മനസ്സമാധാനത്തിലും സ്നേഹക്കൂട്ടായ്മയിലും ജീവിക്കാൻ ഇടവരുത്തുകയും ചെയ്യണമേ. മരണാനന്തരം അങ്ങയോടും അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടും വത്സലപുത്രിയായ ചെറുപുഷ്പത്തോടും കൂടെ സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കാൻ ഞങ്ങളേവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രത്യേകമായ മധ്യസ്ഥ സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻചാരത്തോടി അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.